ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ മാസം പ്രൈസ് എങ്ങനെയാണ് മൂവ് ചെയ്യണത് നമുക്ക് നോക്കാം. നമ്മൾ നോക്കുമ്പോഴത്തേക്കും പ്രൈസ് ആദ്യം ഒരു ബിയറിഷിലേക്ക് മൂവ് ചെയ്തെങ്കിലും, അതായത് മന്തിൻ്റെ ലോ വരെയൊക്കെ എത്തിയെങ്കിലും പ്രൈസ് തിരിച്ച് കയറിപ്പോന്നു. പ്രൈസ് നല്ല ബുള്ളിഷായി. ഇപ്പോൾ ഫ്രൈഡേ ആണെന്നുണ്ടെങ്കിലും ട്രംപിൻ്റെ താരിഫിന് നല്ല തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ക്യാൻസൽ ചെയ്തത് കൊണ്ട് തന്നെ US ഡോളറിന് അത് നെഗറ്റീവായിട്ട് വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഗോൾഡിന് അത് പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെയാണ് ഫ്രൈഡേ പ്രൈസ് ഇച്ചിരി നല്ല രീതിയിൽ ബുള്ളിഷിലേക്ക് കയറിയത്. ഏകദേശം ഇപ്പോൾ 5108 നിൽക്കുന്നത്. ഈ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് ചിലപ്പോൾ നെക്സ്റ്റ് വീക്ക്, അതായത് നാളെയും കാണാൻ പറ്റും. ചിലപ്പോൾ നാളെ ഒരു ബുള്ളിഷ് ഗ്യാപ്പിലായിരിക്കും പ്രൈസ് ഓപ്പൺ ചെയ്യുന്നത്. പ്രൈസ് എന്നിട്ട് കയറിപ്പോകാം. പക്ഷേ പ്രൈസ് താഴേക്ക് ഒരു നല്ല പുൾ ബാക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നല്ലൊരു ബൈ ചെയ്യുകയും അതുപോലെ തന്നെ ലോങ് ടൈം ഹോൾഡ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീക്കിലേക്ക് വന്നു കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് പ്രൈസ് മന്തിൻ്റെ ലോ എടുക്കാതെ പ്രൈസ് കയറിപ്പോയത്? അപ്പോൾ ഓൾറെഡി നമുക്ക് നോക്കി കഴിയുമ്പോഴത്തേക്കും പ്രൈസ് നമ്മൾ മന്തിൻ്റെ ലോയിലേക്കൊക്കെ വന്നത് 2 ആഴ്ചക്ക് മുമ്പാണ് അല്ലേ. അപ്പോൾ നമുക്ക് പ്രൈസ് ഈ ഒരാഴ്ചയിൽ എന്താണ് സംഭവിച്ചേക്കുക? കഴിഞ്ഞ ആഴ്ച നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലോ പ്രൈസ് സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രൈസ് എന്ത് ചെയ്യും? വളരെ ഫാസ്റ്റായിട്ട്. അതിന് മുമ്പത്തെ ആഴ്ച നോക്കി ഒരു ബിയറിഷ് ക്യാൻഡിലെ ലോ എടുത്തപ്പോൾ പ്രൈസ് നല്ല രീതിയിൽ താഴേക്ക് വന്നതിന് ശേഷമാണ് കയറിയത്. അതാണ് ബുള്ളിഷ് ക്യാൻഡിലെ പ്രത്യേകത. ബുള്ളിഷ് ക്യാൻഡിലാകുമ്പോഴത്തേക്കും പ്രൈസ് കയറിപ്പോകാം. അതിൻ്റെ ടാർഗറ്റ് വരെ എത്തി നിൽക്കുകയാണ് അല്ലേ. ഏകദേശം നമ്മുടെ ടാർഗറ്റ് ആയി എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്താണ് ഡേയിലൊക്കെ സംഭവിച്ചത്? അത് നല്ലൊരു ട്രേഡായിരുന്നു നമ്മളെ വീക്കിൻ്റെ. അത് നമ്മൾ ഓൾറെഡി ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിലൊക്കെ പറഞ്ഞതാണ്. പല ആൾക്കാരും എടുത്തതാണ്. പല ആൾക്കാരും ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ താരിഫിൻ്റെ ഒക്കെ വെച്ച് ഇനിയും അതെടുത്തൂടെ? നമ്മളെ ടാർഗറ്റ് ഏകദേശം കഴിഞ്ഞു, കംപ്ലീറ്റ് ആയെന്ന് തന്നെ ഞാൻ പറയും. അപ്പോൾ പിന്നെ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം. അത് നമ്മളുടെ എന്താണെന്ന് വെച്ചാൽ പ്രൈസ് ബുള്ളിഷിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഹോൾഡ് ചെയ്യുന്നതിന് പ്രോബ്ലം ഇല്ല. അപ്പോൾ നമുക്ക് ഡേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡേയിൽ നമുക്കൊരു സൈഡ് വേ ട്രെൻഡ് തന്നെ. റേഞ്ച് ആയതുകൊണ്ടുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ട്രേഡ് എടുക്കുന്നത് പലതും ബ്രേക്ക് ഈവന് സ്റ്റോപ്പ് ലോസ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് മൂവ്മെൻറ്റ്സ് കിട്ടുന്നില്ല. ഒരു $10-15 പ്രൈസ് വന്ന് അതിൻ്റെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാതെ പ്രൈസ് ബ്രേക്ക് ഈവനിലേക്ക്. $10-15 മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നല്ല മൂവ്മെൻറ്റ്സ്. അതായത് പ്രൈസ് ഇപ്പോൾ കുറച്ച് ദിവസത്തെ ക്യാൻഡിൽസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 100, 150, 100 ആ ഒരു റേഞ്ചിലാണ് പ്രൈസ് എന്ത് ചെയ്യുന്നത്. ഈ ഡേയുടെ ക്യാൻഡിൽസ് കാണാൻ പറ്റും ഉണ്ടാകും. 118 ആ ഒരു റേഞ്ചിലാണ്. 100, 118 ആ ഒരു ചില ദിവസങ്ങളിലൊക്കെ നോക്കിയാൽ വളരെ ശോകം മൂവ്മെൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ ഒന്നാമത് സൈഡ് വേ ട്രെൻഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി ഹൈയും ലോയൊക്കെ എടുത്തിട്ട് പ്രൈസ് വീണ്ടും തിരിച്ച് റിയാക്ട് ചെയ്യും. നമ്മൾ മെയിനായിട്ട് പറഞ്ഞിരുന്ന വെച്ചൊരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 4 ഹവറിൻ്റെ ഓബിയാണ്. പക്ഷേ ഇവിടെ നമുക്ക് വീക്കിൻ്റെ ലോ എടുത്തതിന് ശേഷം പ്രൈസ് കയറിപ്പോയത് കൊണ്ട് തന്നെ അതിലേക്ക് വരാനുള്ള സാധ്യത കുറഞ്ഞു. ഇനിയിപ്പം നമ്മൾ നോക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താരിഫൊക്കെ ക്യാൻസൽ ചെയ്തത് കൊണ്ട് തന്നെ ആ ഒരു ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ പ്രൈസ് കയറിപ്പോകുന്നു. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഡേയിൽ എടുക്കണമെങ്കിലും 4 ഹവറിൽ എടുക്കണമെന്നെങ്കിലും പ്രൈസ് ഇപ്പോൾ നമുക്ക് ഫണ്ടമെൻ്റൽ ബുള്ളിഷ് തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഓർഡർ ഫ്ലോയുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈ 5600 അല്ലേ. ആ ഹൈ ബ്രേക്ക് ചെയ്ത് പ്രൈസ് മുകളിലേക്ക് പോകണം. അങ്ങോട്ട് തന്നെയാണ് പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ആദ്യം മൂവ് ചെയ്തു, സെക്കൻഡ് മൂവ് ചെയ്തു, അതിനുശേഷം പ്രൈസ് ഈ ഹൈയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ലിക്വിഡിറ്റി ഗ്രാബ് നടത്തിയത് കൊണ്ട് തന്നെയാണ് പ്രൈസ് നല്ലൊരു പുൾ ബാക്ക് എടുത്തത്. അപ്പോൾ ഈ ലിക്വിഡിറ്റി ഗ്രാബ് എടുത്തത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഈ ലോ സ്ട്രോങ് അല്ല. ഈ ലോ ഇനി സ്ട്രോങ് ആകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? ഈ ഹൈനെ പോയി ബോഡി ബ്രേക്ക് ചെയ്യണമെന്ന്. ഈ ഹൈ പോയി ബോഡി ബ്രേക്ക് ചെയ്യാതെ ഇത് സ്ട്രോങ് അല്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു പുൾ ബാക്ക് വന്നതിന് ശേഷം കയറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അവിടെ സാധ്യതയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഫ്രൈഡേ ശരിക്കും പറഞ്ഞാൽ അത് സംഭവിച്ചില്ല. ഇനി നാളത്തെ മൺഡേയിലത്തെ ക്യാൻഡിൽ ഇത് വന്ന് ബോഡി ബ്രേക്ക് ചെയ്താൽ നിങ്ങൾ ഉറപ്പിച്ചോ പ്രൈസ് ഈ ഒരു ഹൈ വരെ പോകും. നിങ്ങൾക്ക് ആ ലോങ് ടൈം ഹോൾഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് 4 ഹവറിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിയുമ്പോഴാണെന്നുണ്ടെങ്കിലും 4 ഹവറിലും സെയിം തന്നെയാണ് അവിടെ സംഭവിച്ചത്. ഈ ഹൈനെ ലിക്വിഡിറ്റി ഗ്രാബ് നടത്തിയത് കൊണ്ട് തന്നെ ഇനി ഈ ഹൈനെ ബോഡി ബ്രേക്ക് ചെയ്യണം. ഇവിടെ ആ ബോഡി ബ്രേക്ക് നടന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് 4 ഹവറിൻ്റെ ബോഡി ബ്രേക്ക് നടക്കുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് കൺഫേം ആവും പ്രൈസ് കയറിപ്പോകാനുള്ള സാധ്യത കൂടുതലാണെന്ന്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈയിലേക്ക് കിട്ടുന്ന പരമാവധി സാധ്യതകൾ നിങ്ങൾ യൂസ് ചെയ്യുക. അത് ബൈ ചെയ്യുക, ലോങ് ടൈം ഹോൾഡ് ചെയ്യുക. അപ്പോൾ പ്രൈസ് ഇപ്പോൾ കുറച്ച് നാൾ സൈഡ് വേ ട്രെൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പ്രൈസ് ഒന്ന് കയറിപ്പോയിട്ടൊന്ന് 2-3 ദിവസം ചിലപ്പോൾ സൈഡ് വേ ട്രെൻഡ് നിന്നിട്ട് കയറിപ്പോകാം. അപ്പോൾ നമുക്ക് 1 ഹവറിലേക്ക് വരികയാണെങ്കിൽ 1 ഹവറിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറാണ് നമുക്കിവിടെ മെയിനായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്. എൻ്റെ മെയിൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഈ ഒരു മെയിൻ സ്ട്രക്ചർ ഐഡിയം എടുത്തു. ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു OBയും കാര്യങ്ങളും കറക്റ്റായിട്ടില്ല. ഇതെല്ലാം ഇൻസൈഡാണ്.
അപ്പോൾ 1 അവറിൻ്റെ നിങ്ങൾ ഇൻറ്റേർണൽ ബുള്ളി സ്ട്രക്ചർ എടുത്താൽ മതി. ഇപ്പോൾ ഇൻറ്റേർണൽ ബുള്ളി സ്ട്രക്ചർ എടുക്കുമ്പോഴത്തേക്കും ഈ ഹൈക്ക് നമുക്കിവിടെ ഐഡിയം ഉണ്ടായിരുന്നു, നമുക്ക് ഇവിടുത്തെ ഒരു OBയിൽ നിന്നാണ് വിക്ക് OBയിൽ നിന്നാണ് പ്രൈസ് കയറിപ്പോയത്. അതേപോലെ ഇനിയും കയറിപ്പോകുമ്പോൾ ഇവിടെ ഏതെങ്കിലും 1 അവറിൻ്റെ ഐഡിയം എടുക്കുമ്പോഴോ അല്ലെങ്കിൽ 1 അവറിൻ്റെ OBയിൽ വരുമ്പോഴോ എസ്പെഷ്യലി ഈ ഒരു ഐഡിയ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ധൈര്യമായിട്ട് വീണ്ടും ബൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ 50 മിനിറ്റിലേക്ക് വരാം. 50 മിനിറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു 50 മിനിറ്റിലും പ്രൈസ് ബുള്ളിഷിലേക്ക് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് 50 മിനിറ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ വീക്കിൻ്റെ ലോ എടുത്ത ട്രേഡ്. 50 മിനിറ്റിലും പ്രൈസ് ഓൾറെഡി ബുള്ളിഷിലാണ്, നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. ആ ടാർഗറ്റിലാണ് പ്രൈസ് ഒന്ന് നിൽക്കുന്നത്. അപ്പോൾ 50 മിനിറ്റിലും പുതിയൊരു ബ്രേക്ക് സ്ട്രക്ചർ കിട്ടും. അങ്ങനെയാണെങ്കിൽ 50 മിനിറ്റ് ഐഡിയം ഡിസിഷൻ OB ബുള്ളിഷ് നിങ്ങൾക്കൊക്കെ അത് നോക്കി ട്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ന്യൂസൊക്കെ ഇത്ര വലിയ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും നമ്മളുടെ ന്യൂസ് പോസിറ്റീവാണ്, നമ്മളുടെ ടെക്നിക്കൽ അനാലിസിസ് പോസിറ്റീവാണ്, ബുള്ളിഷിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ച് ബുള്ളിഷിലേക്ക് തന്നെ എടുക്കുന്നതാണ് നല്ലത്. സെല്ലിലേക്ക് നോക്കാതിരിക്കുന്നത് തന്നെയായിരിക്കും നെക്സ്റ്റ് വീക്ക്. സെല്ലിലേക്ക് നോക്കണമെങ്കിൽ മൺഡേ ഞാൻ പറഞ്ഞതുപോലെ ഡേയുടെ ക്യാൻഡിൽ ബോഡി ബ്രേക്ക് നടക്കണമെങ്കിൽ അപ്പോൾ സ്ട്രോങ് ആയിട്ട് പ്രൈസ് ബുള്ളിഷിലേക്ക്, പക്ഷേ ഡേയുടെ ക്യാൻഡിൽ വീക്ക് ബ്രേക്കാണ് നടത്തിയേക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിയറിഷ് ട്രെൻഡ് ബിയറിഷിലേക്കൊരു മൂവ്മെൻറ്റ്സ് കാണാൻ പറ്റും. അത് എത്രത്തോളം വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നല്ല രീതിയിൽ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യാം, എന്നിട്ട് കയറിപ്പോവാം. എന്നിട്ട് ഈ താരിഫിൻ്റെയൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് പ്രൈസ് മുകളിലേക്ക് കയറിപ്പോകാനും സാധ്യതയുണ്ട്. നമുക്ക് നേരെ ബ്രിട്ടീഷ് പൗണ്ടിലേക്ക് വരാം. ബ്രിട്ടീഷ് പൗണ്ടിൽ നമ്മൾ ഓൾറെഡി ഒരു 4 അവറിൻ്റെ OBയിലാണ് നിന്നേച്ചത്. പക്ഷേ അവിടെ ഒന്നും അല്ലേ നമ്മൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ബുള്ളിഷ് OBയിലാണ് പ്രൈസ് നിൽക്കുന്നത്. പ്രൈസ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് ബിയറിഷാണ്. ഇപ്പോൾ ഈ മന്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നല്ല ബിയറിഷിലേക്കാണ് പ്രൈസ് മൂവ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീക്കിലാണെങ്കിൽ ഏകദേശം ഒരു 4 ആഴ്ചയോളം പ്രൈസ് ബിയറിഷിലേക്ക് തന്നെ, ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടെങ്കിലും പ്രൈസ് ഓൾറെഡി ബിയറിഷിലേക്കാണ് മൂവ് ചെയ്തത്. ഇങ്ങനെ ബിയറിഷിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു ബൈ എൻട്രി എടുത്തു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് അവിടെ നിന്ന് റിയാക്ട് ചെയ്യില്ല. എന്ന് വെച്ചാൽ പ്രൈസ് കുറച്ച് ഒരു 4 ആഴ്ചയായിട്ട് പ്രൈസ് ബിയറിഷ് ആയതുകൊണ്ട് തന്നെ പ്രൈസ് ഒരു ബുള്ളിഷിലേക്ക് പോകാനുള്ള പ്രൈസ് ഒരു ബിയറിഷിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി കാണിച്ചുകൊണ്ടിരിക്കും. അത് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെല്ലേഴ്സ് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യും, അവരെയൊക്കെ ലിക്വിഡേറ്റ് ചെയ്ത് പ്രൈസ് കയറിക്കൊണ്ടു. അപ്പോൾ അങ്ങനെ നമ്മളൊരു സിംഗ് ട്രേഡ് എടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരാഴ്ച ചിലപ്പോൾ ആ ഒരു പൊസിഷനിൽ നിന്നിട്ടൊക്കെ ആയിരിക്കും കയറുന്നത്. ചിലപ്പോൾ കയറുന്നത് വളരെ സ്ലോയിലൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഡേയിലേക്ക് വരാം. നമുക്ക് പ്രൈസ് അങ്ങനെ നിൽക്കുമ്പോൾ പല ആൾക്കാരുടെയും ഒരു ചിന്താഗതി ഇവിടെ ഡേയുടെ ഐഡിയം എടുത്തിട്ടായിരിക്കും കഴിഞ്ഞ് പോകുന്നതെന്ന് വിചാരിച്ച് ട്രേഡ് എടുക്കാതേക്കും. ഞാനും ചിലയിലൊക്കെ എൻ്റെ ട്രേഡ് റണ്ണിങ് ആണ്, ചിലയിലൊക്കെ ബ്രേക്ക് ഈവൻ അടിച്ചു ചില അക്കൗണ്ടുകളിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടം വരരുതല്ലോ. നമ്മൾ അക്കൗണ്ട് മാനേജ് ചെയ്യുന്നത് ആയതുകൊണ്ട് തന്നെ അതിലൊക്കെ നമുക്ക് ചിലവരുടെ അക്കൗണ്ടിൽ നമുക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ല, അത് ബ്രേക്ക് ഈവൻ സെറ്റ് ചെയ്തു പോയി. അപ്പോൾ നമുക്ക് 4 അവറിലേക്ക് വരാം. 4 അവറിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചത്? 4 അവറിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 അവറിൽ തന്നെ നമുക്ക് നല്ലൊരു IFC ക്യാൻഡിൽ ഫോം ചെയ്തു. നെക്സ്റ്റ് ഒരു ഇൻസൈഡ് ക്യാൻഡിൽ, അതിനുശേഷം അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് പ്രൈസ് അവിടെ നിന്ന് കയറിപ്പോയി. പ്രൈസ് തിരിച്ച് വരുന്നുണ്ട്. നമുക്ക് നേരെ 1 അവറിലേക്ക് വരാം. 1 അവറിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 അവറിൽ അവിടെ പ്രത്യേകിച്ച് ആ ഒരു സ്ട്രക്ചറിൽ OBകളൊന്നും ഇല്ല. അപ്പോൾ നമ്മളൊരു 50 മിനിറ്റിൻ്റെയൊക്കെ വെച്ച് നോക്കിയിട്ടാണ് നമ്മൾ ആ ഒരു പൊസിഷനിൽ ട്രേഡ് എടുത്തത്. 50 മിനിറ്റിൻ്റെയൊക്കെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് 50 മിനിറ്റിൻ്റെ ഒരു എക്സ്ട്രീം OBയാണ് റിയാക്ട് ചെയ്ത് നിൽക്കുന്നത്. അത് ബ്രേക്ക് പ്രഷർ കിട്ടി മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബുള്ളിഷിലേക്ക് തന്നെ കയറി പോകാനുള്ള സാധ്യതയാണുള്ളത്. 50 മിനിറ്റിൽ നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെയായിരുന്നു നമുക്ക് OB. ഈ OB എന്ന് പറയുന്നത് ഇവിടെയായിരുന്നു നമുക്ക് ചോക്ക്. ഈ ചോക്ക് എന്ന് പറയണമെങ്കിൽ പല ആൾക്കാരും ചോദിച്ചതാണ് ഫ്ലിപ്പ് വിത്ത് ഐഡിയം എങ്ങനെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചോക്ക്. ഈ ചോക്കായിട്ട് വരുന്ന ക്യാൻഡിലിന് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചു, റിയാക്ട് ചെയ്ത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു ഫ്ലിപ്പ് ആവുകയുള്ളൂ. നമുക്ക് ചോക്ക് വിത്ത് ഐഡിയം എന്നുള്ള രീതിയിൽ എടുക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ OB റിയാക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ പ്രൈസ് എന്ത് ചെയ്യുക, ഈ ലോ എടുത്ത് പോകാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ നമുക്ക് ഫ്ലിപ്പ് കിട്ടിയാൽ വളരെ സ്ട്രോങ് ആണ്. പ്രൈസ് എവിടെയാണ് ഫ്ലിപ്പ് തന്ന, ഇപ്പോൾ ആദ്യം ചോക്ക് തന്ന ഹൈ ഇതാണ്. ആ ഹൈനെ വീണ്ടും വിക്ക് ബ്രേക്ക് നടത്തി അതിനെ പിന്നെ ഇവിടെ ബോഡി ബ്രേക്ക് ചെയ്തു. ഇപ്പോൾ നമുക്ക് ഫ്ലിപ്പ് വിത്ത് ഐഡിയമായി. ഫ്ലിപ്പ് വിത്ത് നമുക്ക് ഫ്ലിപ്പ് കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഐഡിയ ഈ ഹൈക്ക് ഇതാർന്ന ഐഡിയം ആ ഹൈയും ബ്രേക്ക് ചെയ്തു, ഈ ഹൈയിലേക്ക് വന്നു. ഈ ഹൈയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഐഡിയം ഇതാണ്, കണ്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് നമുക്ക് ഫ്ലിപ്പ് വിത്ത് ഐഡിയം കിട്ടിയിരിക്കും. ഇപ്പോൾ നമ്മളിവിടെ നിന്ന് സിംഗിൾ ക്യാൻഡിലിൻ്റെ അല്ലെങ്കിൽ IFC ക്യാൻഡിലിൻ്റെ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്കിത് എന്ത് ചെയ്യുക, ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്, സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന പൊസിഷൻ ഇതാണ്. അപ്പോൾ പ്രൈസ് ഇവിടെ നിന്ന് കയറി നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റൊക്കെ ഹിറ്റ് ചെയ്തു. ഇനി പ്രൈസ് കയറി പോകണമെന്നുണ്ടെങ്കിൽ ഈ ഹൈനെ ബോഡി ബ്രേക്ക് ചെയ്ത് നമ്മുടെ 50 മിനിറ്റിൽ ഒരു ബുള്ളിഷിലേക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ പ്രൈസ് എന്ത് ചെയ്യും,
ഒരു ബുള്ളിഷിലേക്ക് റൺ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ നോക്കിയെടുക്കണമെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യുക, നമുക്ക് ഈ സ്വിംഗ് ട്രേഡൊക്കെ പിടിക്കുക. സ്വിംഗ് ട്രേഡ് പിടിക്കുമ്പോഴത്തേക്കും മൾട്ടിപ്പിൾ ടാർഗറ്റ് പിടിക്കും. ഇപ്പോൾ നമ്മൾ എടുത്ത പൊസിഷനിൽ നിന്ന് ഏകദേശം ഒരു 80 വിപ്പൊക്കെ മൂവ് ചെയ്ത് 80 മൂവ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷ് പൗണ്ടിനെ സംബന്ധിച്ച് അതൊരു വലിയ മൂവ്മെൻറ്റ്സ് തന്നെയാണ്, ചെറുതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നേരെ യൂറോ യുസ്റ്റിയിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ യൂറോ യുസ്റ്റി എത്തിക്കഴിഞ്ഞ സമയത്ത് എനിക്കൊരു കോള് വന്നത് കൊണ്ട് തന്നെ ഞാൻ പോസ് ചെയ്ത് അത് വീണ്ടും പ്ലേ ചെയ്തു, നമ്മുടെ റെക്കോർഡിങ് പ്ലേ ചെയ്തു. പക്ഷേ ഞാൻ നോക്കുമ്പോഴത്തേക്കും ഏകദേശം എല്ലാം കൂടി ഏകദേശം 18 മിനിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 10 മിനിറ്റിലേക്കായി. പിന്നീടാണ് അറിഞ്ഞത്. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിലാണ് ഞാൻ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് നോക്കാം യൂറോ യുഎസ്ഡിക്ക് എന്താണ്. ബ്രിട്ടീഷ് പൗണ്ട് പോലെ തന്നെ ഈ മാസം ഒരു ബിയറിഷിലേക്കാണ് പ്രൈസ് മൂവ് ചെയ്തിരിക്കുന്നത്. എന്നാലും നമുക്ക് നോക്കിക്കഴിയുമ്പോഴത്തേക്കും പ്രൈസ് ഇപ്പോൾ കഴിഞ്ഞ മാസം നമ്മളുടെ ഈ ഒരു എക്സ്ട്രീമിൽ പ്രൈസ് വന്നേക്കണം, നമുക്ക് ഇവിടെ നിന്നൊരു പുൾ ബാക്ക് ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു വീക്കിൽ നല്ലൊരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, നല്ലൊരു IFC ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്യാൻഡിൽ അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇവിടെ നിന്ന് കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച പ്രൈസ് ഇവിടെ നിന്ന് മൂവ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് പ്രൈസ് ഈ ഒരാഴ്ച ബിയറിഷിലേക്ക് വരുമെന്ന് പറഞ്ഞതാണ്. അത് നമ്മുടെ റെക്കോർഡിങ്ങിലുണ്ട്, പക്ഷെ അത് അവിടെ വന്നില്ല. അപ്പോൾ നമുക്ക് ഈ ആഴ്ച ഒരു ബിയറിഷിലേക്ക് വന്ന് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഇവിടം വരെയൊക്കെ പ്രൈസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ US$ക്ക് ഇത് സംഭവിച്ചേക്കണതുകൊണ്ട് തന്നെ പ്രൈസ് ചിലപ്പോൾ കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈയുള്ള ഒരു പൊസിഷനിൽ നിന്നൊക്കെ നമുക്ക് എൻട്രി നോക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഡേയിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു പൊസിഷനിൽ ഇങ്ങോട്ടൊക്കെ എങ്ങാനും പ്രൈസ് വന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ധൈര്യമായിട്ട് ബൈ തന്നെ എടുക്കാം കേട്ടോ. ഇപ്പോൾ 4 ഹവറിൻ്റെ ഒരു പൊസിഷനിൽ പ്രൈസ് വന്നിട്ടുണ്ട്. 4 ഹവറിൽ നല്ലൊരു പൊസിഷനിലാണ്. നമുക്ക് നോക്കാം. നേരെ 1 ഹവറിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 ഹവറിൽ 4 ഹവറിൽ നമ്മൾ 50 മിനിറ്റിലാണ് എൻട്രി എടുക്കുന്നത്. 50 മിനിറ്റിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ സിംഗിൾ ക്യാൻഡിലൊന്നും ഇല്ല. ഫസ്റ്റ് നമുക്ക് പ്രീവിയസ് ഹൈ എന്ന് പറയണമെങ്കിൽ ഇതൊക്കെ എല്ലാം ഇതാണ് നമുക്ക് ചോക്ക്. ഇവിടെ ഫ്ലിപ്പില്ല, ചോക്ക്. ഇവിടെ IDM ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ നെക്സ്റ്റ് ഒരു ഹൈ വന്നു, IDM വന്നു, നമ്മുടെ OBയിൽ വന്ന് ട്രിഗറായി. നല്ലൊരു ബൈ ആണ് പ്രൈസ്. ഈ ഒരു പൊസിഷനിൽ നിന്ന് ബൈ കിട്ടി. നമുക്ക് ഈ ഒരു ടാർഗറ്റ് വരെ പ്രൈസ് മൂവ് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് ടാർഗറ്റ്. ഇനിയും പ്രൈസ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇപ്പോൾ നമ്മൾ സ്ട്രോങ് ആണ് പ്രൈസ്. ഈ ഹൈ ഇനി ബോഡി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂഷൻ തുടങ്ങുകയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ നോക്കി നല്ലൊരു ബൈകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ നിന്ന്. അപ്പോൾ നമുക്ക് നേരെ $ലേക്ക് പോവാം. അപ്പോൾ എനിക്ക് തോന്നുന്നു യൂറോ യുഎസ്ഡിയും ബ്രിട്ടീഷ് പൗണ്ടും ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ എൻ്റെ കണക്ഷൻ ഒന്ന് കട്ടായിട്ടുണ്ട്. യൂറോ യുഎസ്ഡിയും അതേപോലെ തന്നെ നമ്മുടെ ബ്രിട്ടീഷ് പൗണ്ടും ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് $, ഒരു ബിയർ സ്ട്രക്ചറിൽ നമുക്ക് കാണാവുന്നതാണ്. ഒരു സെക്കൻഡ്. നമുക്ക് ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ട് ഇച്ചിരി പ്രോബ്ലമാണ് ഈ ഇടക്കായിട്ട്. ഓണ്ടയുടെ ചാർട്ട് പലപ്പോഴും കിട്ടുന്നില്ല. നമ്മൾ അവരോട് ചോദിക്കുമ്പോഴത്തേക്കും അവർക്ക് അവിടെ നിന്ന് ഡാറ്റാസ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ട്രേഡിംഗ് വ്യൂവിൻ്റെ സർവീസ് എന്ന് പറഞ്ഞാൽ വളരെ മോശം സർവീസ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. വളരെ മോശം സർവീസാണ്. ഞാൻ ഈ ട്രേഡിംഗ് വ്യൂ യൂസ് ചെയ്യുന്ന ഇന്ന് മുതൽ എനിക്ക് പലപ്പോഴും ചാർട്ടുകൾ സേവ് ആകാതെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ സേവ് ആകണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് സൈൻ ഔട്ട് ചെയ്ത് സൈൻ ഇൻ ചെയ്യണം. അങ്ങനെ കുറേ നെഗറ്റീവ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിംഗ് വ്യൂവിനുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വേറെ നല്ലൊരു പ്ലാറ്റ്ഫോമില്ല, പല ആൾക്കാരും കാണിച്ചെങ്കിലും ഇതിനേക്കാളും മോശമായിട്ട് എനിക്ക് തോന്നിയത് നല്ലൊരു പ്ലാറ്റ്ഫോം ഇല്ലാത്തത് തന്നെയാണ് ഇവർ ഈ ഒരു സർവീസ് കറക്റ്റ് ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് നേരെ മന്തിലേക്ക് വരാം. മന്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് നമുക്ക് ഈ ഒരു മന്തിൻ്റെ ക്യാൻഡിൽ നിന്ന് പ്രൈസ് ഒരു പുൾ ബാക്ക് നമുക്ക് തരുമെന്ന്. $, നമുക്ക് നോക്കാം. നമുക്ക് പലപ്പോഴും ഇവിടെയൊക്കെ നല്ലൊരു ബിയറിഷ് വീക്കിൻ്റെ ഒരു ക്യാൻഡിൽ ഉണ്ടായി. പക്ഷേ അതൊക്കെ എന്ത് ചെയ്തു, ഫെയിലായിട്ടുണ്ട്. അതിനെ വീക്ക് ബ്രേക്കാണ്. അപ്പോൾ ഇനിയും പ്രൈസ് പോകാം. പലപ്പോഴും $, ബുള്ളിഷ് ആയിട്ടുള്ള നല്ല ന്യൂസുകൾ പുറത്തുനിന്ന് വരുന്നത് കൊണ്ടാണ്. അതേപോലെ തന്നെ നല്ല ബുള്ളിഷ് ന്യൂസ് വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ POI നമ്മൾ കഴിഞ്ഞ വട്ടം പറഞ്ഞതാണ് ഈ ഒരു POയിൽ നിന്ന് പ്രൈസ് കയറി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മുടെ എക്സ്ട്രീം OB ആണ്. ആ ഒരു OBയിൽ നിന്ന് തന്നെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നല്ലൊരു പുൾ ബാക്ക് തന്നെ. ഇവിടെ ഒരു 4 ഹവറിൻ്റെ ഒരു IFC ക്യാൻഡിലുണ്ട്. നെക്സ്റ്റ് ഇവിടെ നിന്ന് ഏകദേശം ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് ടാർഗറ്റ് ഇതാണ്, തേർഡ് ടാർഗറ്റ് ഇതാണ്. ഇത്രയും ടാർഗറ്റാണ് നമുക്ക് ഇതിലുള്ളത്. അപ്പോൾ ഇതൊക്കെ എല്ലാം ഏകദേശം ഹിറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബുള്ളിഷിൽ പിടിക്കാവുന്ന ട്രേഡുകൾ പരമാവധി ബുള്ളിഷിൽ തന്നെ എടുത്തു പോകാൻ നോക്കുക. അതേപോലെ തന്നെ നമ്മൾക്ക് ബിയറിഷിലേക്ക് നല്ലൊരു ഹൈ പ്രയോറിറ്റി ഏതെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ എടുക്കുക. പക്ഷേ പ്രൈസ് ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പ്രൈസ് ബിയറിഷിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലല്ല.
കൂടുതലല്ല, പതിയായിരിക്കും പോകാനുള്ള സാധ്യത. അതേപോലെ തന്നെ നമ്മുടെ US ഡോളറിൻ്റെയൊക്കെ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള ഓസ്ട്രേലിയൻ ഡോളറിനൊക്കെ അത് പോസിറ്റീവ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എനിക്ക് ഇത്രയുമാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും നെക്സ്റ്റ് വീക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കി നല്ലൊരു പ്രൊഫഷണൽ ട്രേഡർ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.